കർണാടക കോൺഗ്രസിലും വലിയ പ്രതിസന്ധി തുടരുകയാണ്. മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് 30 MLA-മാർ ദില്ലിയിൽ തുടരുന്നു. ഹൈക്കമാൻഡുമായി നേരിൽ കണ്ട ചർച്ച നടത്താനാണ് ഈ MLA-മാരുടെ ശ്രമം. മുഖ്യമന്ത്രി മാറ്റം അജണ്ടയിൽ ഇല്ലെന്നും പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്തുന്നത് മാത്രമാണ് ആവശ്യമെന്നും MLA-മാർ ആവർത്തിക്കുന്നുണ്ട്. നോബൽ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കർണാടക കോൺഗ്രസിലെ ഈ അധികാര തർക്കം വീണ്ടും ഹൈക്കമാൻഡിന്റെ ഒരു തലവേദനയാവുകയാണോ? വെരി ഗുഡ് മോർണിംഗ് ആര്യ ഷിഹാസ്. കർണാടക കോൺഗ്രസിൽ കഴിഞ്ഞ കുറേ നാളായി വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി അതിനൊരു ശമനമുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ പ്രതിസന്ധി രൂക്ഷമാവുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അത് മാത്രമല്ല, പ്രതിസന്ധി ഉണ്ടാക്കിയ MLA-മാർ ഇപ്പോൾ ദില്ലിയിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മുതൽ അവർ ദില്ലിയിൽ ഉണ്ട്. ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിലത്തെ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച് തങ്ങളെ മന്ത്രിമാർ ആക്കണം എന്ന ആവശ്യമാണ് ഈ MLA-മാർക്കുള്ളത്. 30 MLA-മാരാണ് ദില്ലിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്തുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗം പേരും വളരെ സീനിയറായ മുതിർന്ന നേതാക്കളാണ് എന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ സർക്കാർ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കൃത്യമായി തങ്ങൾക്ക് മന്ത്രിസ്ഥാനം ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ, അതായത് 2.5 വർഷം പൂർത്തിയായി കഴിയുമ്പോൾ മന്ത്രിസ്ഥാനം നൽകാമെന്നൊരു ഉറപ്പ് സിദ്ധരാമയ്യയും കോൺഗ്രസ് നേതൃത്വം നൽകിയിരുന്നു. അത് പാലിക്കപ്പെടുന്നില്ല എന്നാണ് ഇവരുടെ ആക്ഷേപവും ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ പരാതിയും. ഇപ്പോൾ അവർ ദില്ലിയിൽ എത്തിക്കൊണ്ട് പ്രധാനമായും മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ കാണാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇന്നലെ ആ കൂടിക്കാഴ്ചയ്ക്ക് എന്താണെങ്കിലും അവസരം ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഇന്നും കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. തങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് തങ്ങളുടെ പ്രശ്നം പരിഹരിക്കണം, തങ്ങളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്ന നിലപാടിൽ ഇവർ ഉറച്ചു നിൽക്കുകയാണ്. സംസ്ഥാനത്താണെങ്കിൽ പോലും നേരത്തെ DK ശിവകുമാർ ഒപ്പം സിദ്ധരാമയ്യ തർക്കം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വലിയ തരത്തിൽ ഉണ്ടായതാണ്. ഒരു 4 മാസം മുമ്പ് ഇത്തരത്തിൽ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് DK ശിവകുമാർ സമാനമായി തന്നെ ദില്ലിയിലേക്ക് എത്തുകയും നേതാക്കളെ കാണാൻ ശ്രമം നടത്തുകയൊക്കെ ചെയ്തതാണ്. എന്താണെങ്കിലും ആ പ്രശ്നം ഒന്ന് പരിഹരിച്ച് ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് പാർട്ടി എത്തിയപ്പോഴാണ് ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന 30 MLA-മാർ എന്ന് പറയുമ്പോൾ വലിയ സംഖ്യ തന്നെയാണ്. സ്വാഭാവികമായും അത് വലിയ പ്രതിസന്ധി കോൺഗ്രസ് ഉണ്ടാക്കുന്നുണ്ട്. നിലവിൽ അവർ ദില്ലിയിൽ തുടരുകയാണ്. ഇതുവരെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവർക്ക് അവസരം ലഭിച്ചിട്ടില്ല. കൂടിക്കാഴ്ച നടത്തി പ്രശ്നം പരിഹരിച്ച ശേഷം മാത്രമേ മടങ്ങൂ എന്നാണ് അവരുടെ നിലപാട്. അതേസമയം മുഖ്യമന്ത്രി മാറ്റവുമായുള്ള സമ്മർദ്ദം തങ്ങൾ ഉയർത്തുന്നില്ല എന്നുകൂടി MLA-മാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സിദ്ധരാമയ്യ അടക്കമുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴും അവരും വ്യക്തമാക്കിയത് MLA-മാരുടെ ദില്ലി സന്ദർശനത്തെക്കുറിച്ച് തനിക്ക് അറിയാം. അവർ അവരുടെ കാര്യങ്ങൾ ഹൈക്കമാൻഡ് സംസാരിക്കാൻ വേണ്ടി പോയതാണ്, അത് തെറ്റില്ല എന്നാണ്. പക്ഷേ അപ്പോഴും മന്ത്രിസഭ പുനഃസംഘടന നടത്തുമോ എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും സിദ്ധരാമയ്യോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കാത്തതാണ് നിലവിൽ MLA-മാർക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. MLA-മാർ ദില്ലിയിൽ തുടരുകയുമാണ്. ഓക്കെ, നോബൽ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.